എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ യുവതി മരിച്ച നിലയിൽ കൊച്ചി വൈറ്റിൽ ഫ്ലൈഓവറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, എന്താണ് നിലവിലെ സാഹചര്യം? പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് കൊലപാതകമെന്നാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, സമീപ പ്രദേശത്ത് വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം, ഒരു സ്ത്രീയുടേതെന്ന് പറയപ്പെടുന്ന മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ നാട്ടുകാരാണ് ഈ മൃതദേഹം കണ്ടെത്തിയ ഉടനെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിൽ ചില മുറിവുകൾ ഒക്കെ കണ്ടിരുന്നു. എന്തായാലും ഇത് ട്രെയിൻ ഇടിച്ചതല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. സമീപത്ത് നിന്ന് തന്നെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് തന്നെ ഒരു മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സ്ത്രീയുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്തി. കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാകാം എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കൊച്ചി വൈറ്റില ഫ്ലൈ ഓവറിന് താഴെയായിട്ടാണ് മൃതദേഹം രാവിലെ നാട്ടുകാർ കണ്ടെത്തി ഉടനെ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എന്തായാലും പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് വിഭാഗം അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തെത്തും. അതിനുശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. എന്തായാലും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിലെ ചില മുറിവുകൾ കണ്ടതോടുകൂടിയാണ് പോലീസ് പറയുന്നത് ഇതൊരു ട്രെയിൻ ഇടിച്ച് ഉള്ള ഒരു മരണമായിരിക്കില്ല, ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് പോലീസും എത്തി നിൽക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയും. ആരാണ് യുവതി എന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മൊബൈൽ ഫോണാണ് ഇപ്പോൾ സമീപത്ത് നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതടക്കം വിശദമായി പരിശോധിച്ച ശേഷം ആരാണ് ഈ യുവതി, ഇത് കൊലപാതകമാണോ എന്നതിലൊക്കെ നമുക്കൊരു തീരുമാനം ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.